നമ്മളിപ്പോൾ കടഞ്ഞെടുത്ത ബട്ടറാണ്. കണ്ടോ, നല്ല ശുദ്ധമായ നെയ്യുണ്ട്. ഹായ്, നമസ്കാരം. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന് ചില പ്രത്യേകതകളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കാണിക്കുന്ന മിഷനറികളാവാം, അല്ല അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഫാമുകളൊക്കെ ആവാം. എന്നാൽ ഇന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ട് നമ്മുടെ തിരുപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പോൾ നല്ലൊരു സംഗതി പരിചയപ്പെട്ടു. എന്ന് വെച്ചാൽ നല്ല ശുദ്ധമായ നെയ്യുണ്ടാക്കുന്ന ഒരു യൂണിറ്റാണ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ അത് നിങ്ങളെ പരിചയപ്പെടുത്തണമെന്ന് ഞാൻ വിചാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എന്താ പറയുക, നല്ല ഒരു ക്വാളിറ്റിയാണ് ഫസ്റ്റ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ബിസിനസ് ഐഡിയ ഇതിൽ നിന്ന് കിട്ടും കേട്ടോ. അതാണ് നമ്മൾ മെയിനായിട്ട് ഇതിനകത്ത് ഉദ്ദേശിക്കുന്ന ഒരു സാധനം എന്നുള്ളത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തിരുപ്പൂർ എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന തുണിയുടെ ഒരു മാർക്കറ്റ്, നമ്മുടെ ബനിയൻ്റെ മാർക്കറ്റ്, അതൊക്കെയാണ്. എന്നാൽ അതുപോലെ തന്നെ ഇവിടെ ചെറുകിട ഇൻഡസ്ട്രികൾ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ നല്ല എന്താ പറയുക, ശുദ്ധമായ ഇതുപോലത്തെ സംഗതികളൊക്കെ, ഫുഡ് പ്രോഡക്ട്സുകൾ ഉണ്ടാക്കുന്നുണ്ട്, ബൈ പ്രോഡക്ട്സുകൾ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളൊക്കെ ധാരാളമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ ഒരു പ്രദേശമൊക്കെ കാണുമ്പോൾ അറിയാം, എനിക്ക് ഇപ്പം നല്ല വെയിലാണ്, ലൈറ്റിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എങ്കിലും ബാക്കിലേക്ക് നല്ല കത്തി നിൽക്കുന്ന ഒരു സാധനമൊക്കെ കാണുന്നുണ്ടെങ്കിലും ഇതൊരു വീടും പരിസരമൊക്കെ ആയിട്ട് അടിപൊളിയാണ്. അപ്പോൾ ഇവർ ഏകദേശം ഒരു 10 വർഷത്തിന് മുകളിലായിട്ട് ഈ ഒരു ബൈ പ്രോഡക്ട്സ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ കുറേ കർഷകരുണ്ട്, നല്ല പശു വളർത്തൽ കേന്ദ്രീകരിച്ചുള്ള കർഷകർ. അവരുടെ കൈകളിൽ നിന്ന് പാല് വാങ്ങും. പാല് വാങ്ങിയതിന് ശേഷം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ അവിടെ തന്നെ പ്രോസസ്സ് ചെയ്തിട്ട് ആദ്യം തൈരാക്കും, പിന്നെ അതുപോലെ തന്നെ അതിൽ നിന്ന് ക്രീം എടുക്കും. ആ ക്രീം ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ കാണുന്ന ഒരു ഫാക്ടറിയിലാണ് ഇവിടെ കൊണ്ടുവന്ന് നല്ല അടിപൊളി ശുദ്ധമായ നെയ്യ് ഉണ്ടാക്കുകയാണ്. ഇവിടെ നല്ല സ്മെല്ലാണ്, നെയ്യുടെയും പാലിൻ്റെയും എല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ലൊരു മണമാണ്. നമ്മൾ മഞ്ജു വാര്യരുടെ ഒരു പരസ്യം കണ്ടിട്ടുണ്ടല്ലോ, ഇവിടെ പശുവിനെ വളർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് മഞ്ജു വാര്യർ ഓടിപ്പോകത്തില്ലേ എന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ വരുമ്പോൾ ഞാൻ ആദ്യം ചോദിച്ചു ഇവിടെ പശു വളർത്തലുണ്ടോ എന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും മണമുണ്ട് കേട്ടോ, നല്ല രസമാണേ, നല്ല നെയ്യുമാണ്. അപ്പോൾ ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. ഈ ഒരു പ്രദേശത്ത് ഈ പ്രദേശവും നല്ല ഭംഗിയാണ് കാണാൻ. ഇതിന് പുറകിലൊരു റെയിൽവേ ട്രാക്കുണ്ട്, അതൊരു മെയിൻ റെയിൽവേ ട്രാക്കാണ്, എപ്പോഴും ഇങ്ങനെ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അങ്ങനെ എല്ലാം കൊണ്ടും തകർപ്പനൊരു സ്ഥലം. അവിടെ വന്ന് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ശുദ്ധമായ നെയ്യ് വേണമെങ്കിൽ വാങ്ങാം. അതിനൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു നല്ല ബിസിനസ് ആശയം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, നിങ്ങൾക്കിനി ഇത് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ ഒരു ഡീലർ ആവണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള അവസരങ്ങളുണ്ട് കേട്ടോ. നല്ല നെയ്യാണ്, നിങ്ങളെ കാണിച്ചുകൊണ്ടാണ് നമ്മളിത്. നിങ്ങൾ ടെസ്റ്റ് ഇവിടെ വന്ന് നിങ്ങൾ നോക്കി അത് ഉറപ്പിച്ചിട്ട് നിങ്ങൾ വാങ്ങിയാലൊക്കെ മതി. നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവും. നിങ്ങളിനി കൊറിയർ വേണമെന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അയച്ചു തരും. നല്ല പരിപ്പിലേക്ക് ഇവനെ ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചിട്ട് അങ്ങനെ കുഴച്ച് ചോറടിക്കാൻ തോന്നും ഇതിൻ്റെ മണം അടിക്കുമ്പോൾ. അത്ര ശുദ്ധമായ നെയ്യാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പല പ്രോസസ്സിങ് യൂണിറ്റുകളാണ് ഈ കാണുന്ന, പല ഘട്ടങ്ങളാണ്. അപ്പോൾ ഈ കാണുന്നതെല്ലാം വെണ്ണ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതെല്ലാം എന്താ വെച്ചാൽ നമ്മുടെ തൈരിൽ നിന്ന് നമ്മൾ പണ്ട് പറയത്തില്ലേ, അമ്മച്ചിമാരൊക്കെ ഇങ്ങനെ കടകോല് വെച്ചിട്ട് കടഞ്ഞെടുത്തിട്ട് നല്ല വെണ്ണ ഉണ്ടാക്കി വയ്ക്കുകയല്ലേ. നമ്മൾ പോയിട്ട് നമ്മുടെ കൃഷ്ണൻ കട്ട് തിന്ന സാധനമാണ്. നമ്മൾ ഇടയ്ക്കൊക്കെ കട്ട് തിന്നുമായിരുന്നു വീട്ടിൽ, അമ്മച്ചിക്ക് ഉണ്ടാക്കി വയ്ക്കുമ്പോൾ. ആ സാധനമാണ് ഇത്. ഇത് കണ്ടോ, വെണ്ണ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ. ഇവരൊരു ചെറുകിട യൂണിറ്റ് പോലെ ഇത് ആരംഭിച്ചതാണ്. എന്താ പറയുക, നമ്മുടെ വീടുകളിലൊക്കെ ആരംഭിക്കുന്ന പോലത്തെ ചെറിയൊരു യൂണിറ്റ് ആരംഭിച്ചാണ് 10 വർഷം മുമ്പ്. അതിനുശേഷം ഇന്ന് ഇതൊരു നല്ല കമ്പനിയായിട്ട് ഇവർ വളർത്തിയെടുക്കാൻ കഴിഞ്ഞു. ഓൾ ഇന്ത്യ ഇവർക്ക് സപ്ലൈ ഉണ്ട്. നല്ലൊരു ബ്രാൻഡാക്കി ഇവർ എന്താ പറയുക, ഗീയും അതിൻ്റെ അനുബന്ധ പ്രോഡക്ട്സുകളെയൊക്കെ മാറ്റിയെടുത്തു. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ നല്ല കർഷകരിൽ നിന്ന്, നല്ല കർഷകരല്ല, എല്ലാ കർഷകരിൽ നിന്നും പാല് കളക്ട് ചെയ്തതിന് ശേഷം അത് തരംതിരിച്ച് എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി വെച്ചിട്ടൊന്നും അല്ല ചെയ്യുന്നത്. ഓരോന്നും ഇപ്പോൾ എന്താ പറയുക, എരുമപ്പാൽ വേണമെങ്കിൽ അതിന് വേണ്ടി എരുമപ്പാൽ കളക്ട് ചെയ്യും. അതുപോലെ നാടൻ പശുവിൻ്റെ പാലാണ് വേണ്ടതെങ്കിൽ അത് കളക്ട് ചെയ്യും. അതിനെല്ലാം സെപ്പറേറ്റ് വിലയുമുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഇവർ നല്ല നെയ്യ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് ബട്ടർ സ്റ്റോറേജ് ചെയ്തിരിക്കുന്ന, എന്താ പറയുക, ചില്ലാക്കി വെച്ചിരിക്കുന്ന നല്ല സുഖം കേട്ടോ. നല്ല തണുപ്പ്. ഈ ചൂടത്തുനിന്ന് ഇതിനകത്തോട്ട് കയറുമ്പോൾ നല്ല സുഖമാണ്. കൂളി ചെയ്ത് വെച്ചേക്കുന്ന സ്ഥലമാണ് കേട്ടോ. കണ്ടോ, നല്ല ബട്ടർ നല്ല സൂപ്പറായിട്ട് വെച്ചേക്കുന്നതാണോ. നമ്മളിതെല്ലാം കാണിച്ചു തരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ സുതാര്യമാണ്, ഒന്നും ഒളിച്ചു വെച്ചിട്ടല്ല ചെയ്യുന്നത്. നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഇതുപോലെ കാണാം, ഇവിടുത്തെ പ്രോസസ്സിങ് യൂണിറ്റ് കാണാം, പരിപാടികളൊക്കെ കാണാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇവരത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടുത്തെ ആളുകൾക്കാണെങ്കിലും, അല്ലെങ്കിൽ ഇവർ ഇത്രയും വർഷമായിട്ട് ഇവർ വിശ്വാസ്യത പിടിച്ചു നിർത്തിയിരിക്കുന്നത്. ഇതുണ്ട്, ഇതിനകത്തെല്ലാം ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, നല്ല നല്ല ബട്ടറുകൾ.
പണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ പശു ഉണ്ടായിരുന്ന സമയത്ത് പാല് കറന്നെടുത്തിട്ട് അമ്മച്ചിയൊക്കെ ഇതുപോലെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? തൈര് കടഞ്ഞെടുത്ത് അതിൽ നിന്നും നല്ല ശുദ്ധമായ നെയ്യുണ്ടാക്കി അതിൻ്റെ മെഷീനാണ് ഈ കാണുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ട്രഡീഷണലായ മെഷീനാണ്. ഈ കാണുന്നത് വുഡിൻ്റെ ഒരു വീപ്പയാണ്. അതിനുശേഷം ഇതിനകത്താണ് കടഞ്ഞെടുക്കുന്നത്. പക്ഷേ ഇത് മോട്ടറിൻ്റെ സഹായത്തോടെയാണ് ഈ ഒരു കടഞ്ഞെടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇത് ഇവരങ്ങനെ യൂസ് ചെയ്യാറില്ല. കടയാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു മെഷീനാണ് ഈ കാണുന്നത്. ഇത് കുറച്ചൊരു അഡ്വാൻസ്ഡ് മെഷീനാണ്. ഇതിനകത്തോടെയാണ് കടഞ്ഞെടുത്ത് ശുദ്ധമായ ബട്ടർ വെളിയിലേക്ക് വരുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ ബട്ടർ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കടഞ്ഞെടുത്ത ബട്ടറാണ്. കണ്ടോ, ഈ മെഷീനകത്തോടേക്ക് നല്ല രീതിയിൽ കടഞ്ഞെടുത്ത ശുദ്ധമായ ബട്ടർ. നോക്കി, ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് അവസാന ബൈ പ്രോഡക്ട്സ്. കുറേ പ്രോസസ്സിങ്ങുകൾക്ക് അവസാനം നമുക്ക് കിട്ടുന്ന പ്യുവർ ഗീ, കൗ ഗീ ആണത്. സുധി എന്നാണ് ഇതിൻ്റെ എന്താ പറയുക ബ്രാൻഡ് നെയിം. ബട്ടർമാൻ ഡയറി പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ നെയിം. നമ്മുടെ എന്താ പറയുക തിരുപ്പൂരിലാണ് ഈ കമ്പനി ഉള്ളത്. നമസ്കാരം, മൈസെൽഫ് ദുരൈസ്വാമി ഫ്രം ബട്ടർമാൻ ഡയറി പ്രൈവറ്റ് ലിമിറ്റഡ് ஊத்துக்குளி. நான் ഇവിടെ லாஸ்ட் 12 இயர்ஸாக வெண்ணெய் நெய் பிஸ்னஸ் பண்ணுது. ഇവിടെ ஊத்துக்குளியில் வெண்ணெய் ஃபேமஸ். നിങ്ങളുടെ വീട്ടിൽ ആവശ്യമുണ്ടെങ്കിൽ நம்மளோட வெப்சைட் www.butterman.in அப்படிங்கிற வெப்சைட்டில் ஆர்டர் போட்டு நீங்கள் டெலிவரி செய்தோம். விலை குறவில் ஹோல்சேல் ரேட்டில் இன்றைக்கி ஆர்டர் பண்ணால் நெக்ஸ்ட் டே வயா ஏபிஎஸ் பார்சல் A1 பார்சலில் உங்கள் இடத்துக்கு கிட்டும். யாருக்கு பெனிஃபிட் அப்படின்னா, யார் வாங்கலாம் அப்படின்னா, பூஜா ஸ்டோர்ஸ், ஆயுர்வேதா ஸ்டோர்ஸ், ஆர்கானிக் ஸ்டோர்ஸ், ஆயில் ஸ்டோர்ஸ், செக் ஆயில் மேனுஃபேக்சரர்ஸ், மில்க் பூத்ஸ் அண்ட் டிபார்ட்மெண்ட் ஸ்டோர்ஸ், இவங்களுக்கெல்லாம் ஹோல்சேல் ரேட்டில் தேர் இஸ் நோ இன்டர்மீடியேட் ഡിസ്ട്രിബ്യൂട്ടർ ഇല്ലാமல் உங்களுக்கு ഡയറക്റ്റാണ് നാங்கள் തരുவோம். ഇതുപോലുള്ള നല്ല കാഴ്ചകളും നല്ല ഷോപ്പുകളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഞാൻ തിരുപ്പൂരിൽ നിന്ന് തൽക്കാലം വിടവാങ്ങുന്നത്. പോകുന്ന വഴിക്ക് 2 ബനിയൻ മേടിക്കണം. കാരണം ബനിയൻ്റെ കേന്ദ്രമാണ് തിരുപ്പൂർ. അത് നമ്മൾ മറക്കാൻ പാടില്ല. അതുകൊണ്ട് തിരുപ്പൂരിൽ നിന്ന് പോകുമ്പോൾ നല്ല കുറച്ച് ബനിയൻ മേടിക്കണമെന്ന ആഗ്രഹം കൂടിയുണ്ട്. ആ ബനിയനും വിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ വിടവാങ്ങുന്നു. ജോബിൻ കെ മാണി സൈനിങ് ഓഫ് ഫ്രം മകരക്കൊയ്ത്ത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.